ആരാ ഇത് ഫോണിൽ വിളിച്ച് പറഞ്ഞത്? ആരാണെന്ന് പറഞ്ഞില്ല. ഒരു അനോണിമസ് കാളിന്റെ പേരില്. അനോണിമസോ ജെനുവിനോ എന്നുള്ളതല്ല, എനിക്കത് നേരാണോ എന്ന് അറിയണം. അവളുടെ വീട് അറിയായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരില്ലായിരുന്നു, നേരെ പോയേനെ. എന്താ പറയുക? രാഗിണി ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇരിക്കൂ, ഞാൻ പോയി ഹരി അവിടെ ഉണ്ടോ നോക്കിട്ട് വരാം. അതുപോരാ, നിങ്ങൾ ഫ്രണ്ട്സ് ആണ്. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് ഉണ്ടെങ്കിലും ഇല്ലെന്നേ പറയൂ. ആരെങ്കിലും അറിഞ്ഞാൽ മോശമാവില്ലേ രാഗിണി? അതുകൊണ്ട് തന്നെയാണ് മറ്റാരോടെങ്കിലും ചോദിച്ചു വഷളാക്കാതെ നേരെ ഇങ്ങോട്ട് പോകുന്നത്. നിങ്ങൾ എന്റെ ഒപ്പം വന്ന് അവളുടെ വീട് കാണിച്ചു തരുന്നുണ്ടോ? ഇല്ലെങ്കിലും ഞാൻ പോവും. ഈ പറഞ്ഞ പോലെ വേറെ ആരെങ്കിലും വിളിച്ച് കാര്യം പറയേണ്ടി വരും. അതേതായാലും വേണ്ട, നിങ്ങൾ എന്നെ ഒന്ന് ഒപ്പം പോകൂ. ഞാൻ വരാം. സാറിന് ഇങ്ങോട്ട് കയറി വരാം. എവിടേക്കെങ്കിലും വിളിച്ചോണ്ട് പോയി കാറുമായി കാത്തു നിൽക്കുന്നെങ്കിൽ ഇനി വഴിക്കേണ്ട. എനിക്കിതൊന്ന് നേരിട്ട് കണ്ടാൽ മാത്രം മതിയായിരുന്നു. സ്റ്റാർ ആവാൻ നിൽക്കുന്നു. ഇതുപോലെ 4 ഡയറക്ടർമാരുണ്ടെങ്കിൽ ഏത് തേവിടിശിക്ക് സ്റ്റാർ ആവാം. ചുമ്മാ അല്ല പത്രക്കാരൻ നിന്നെ പറ്റി പറയുന്നത്. അതിന് കൂട്ടു നിൽക്കാൻ ഒരു തള്ളേ വേണ്ടാത്തത് പറയരുത്. അമ്മ ഇന്ന് മിണ്ടാൻ നിൽക്കുന്നുണ്ടോ? എന്താണ് പറഞ്ഞത്? ആവശ്യമില്ലാതെ സീൻ ഉണ്ടാക്കാതെ. ആവശ്യമില്ലാതെയോ? ഇതിന് ഞാൻ മിണ്ടില്ലെങ്കിൽ പിന്നെ ഏതായി ആവശ്യമുള്ളത്? ആ കുട്ടി എന്റെ പടത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. എനിക്ക് അവളോട് പലതും ഡിസ്കസ് ചെയ്യാനുണ്ടാവും. ആയിക്കോളൂ, പക്ഷേ പട്ടപ്പകൽ 4 പേര് അറിയ തന്നെ വേണം നിങ്ങളുടെ ഡിസ്കഷൻ. ഇവളുമാർക്കോ നാണോ മാനോ ഇല്ല. എന്തിനും തയ്യാറായി ഇറങ്ങിയിരിക്കുക. നിങ്ങൾ 4 പേര് അറിയുമെന്ന് പോലും ഒന്നും ഓർക്കാതെ. സാറിന്റെ മാനിപ്പുലേഷൻസ് ആയിരിക്കും മൊത്തത്തിൽ, അല്ലേ? ഉപദേശിച്ച് കുടുംബം കലക്കാനുള്ള അറ്റംപ്റ്റ് ആയിരുന്നു എന്ന് ഇപ്പോഴാ അവിടെ കിട്ടിയത്. എനിക്ക് നിങ്ങളുടെ കുടുംബം കലക്കിയിട്ടൊന്നും കിട്ടാനില്ല. ഉണ്ടാവണമല്ലോ. ഭർത്താവിന് അങ്ങനെ ആവാമെങ്കിൽ എനിക്ക് ഇങ്ങനെയും ആവാം എന്നൊരു ഭാര്യയ്ക്ക് തോന്നാൻ വളരെ എളുപ്പമാണല്ലോ. ഹരി, അനാവശ്യം പറയരുത്. മിണ്ടരുതാ പട്ടി. നിന്നെ എനിക്ക് മനസ്സിലായില്ലെന്ന് കരുതിയോ? എന്നെ അങ്ങ് മറ്റേ ലിസ്റ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇവളുടെ മുമ്പ് നല്ലവനാവാമല്ലോ. ഒരു ഫിലിം മേക്കർക്ക് അയാളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരെ മീറ്റ് ചെയ്യേണ്ടി വരും. അതിലാണും പെണ്ണും ഉണ്ടാവും. അതിന്റെ എല്ലാം പിന്നാലെ മാത്ത് വന്നിട്ട് വീട്ടിലെ സ്വൈര്യം കെടുത്താൻ ശ്രമിച്ചാലുണ്ടല്ലോ, അടിച്ചിനെ കഴുത്താൻ തിരിച്ചോളെ. നീ അത് നോക്കോളൂ. പിന്നീട് ഞാനും ഹരിയും തമ്മിൽ മിണ്ടിയിട്ടില്ല. ആ പെണ്ണ് ആദ്യത്തെ പടത്തോടെ സ്റ്റാറായി. ഹരി വാശിക്കെടുത്ത അടുത്ത പടത്തോടെ സൂപ്പർ സ്റ്റാറും. പക്ഷെ പിന്നീട് അവർ തമ്മിൽ തെറ്റി. ഞാനൊരു സ്ത്രീയെ സംശയിക്കുന്നുണ്ട്. പക്ഷെ അത് രാഗിണിയാണ്. രാഗിണിയെ പോലെ ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് ഹരികൃഷ്ണനെ പോലൊരു പുരുഷനെ അങ്ങനെ കൊലപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സഹായത്തിന് ഒപ്പം ആരെങ്കിലും ഒരാൾ കൂടി വേണം. ഒന്നുകിൽ വേറൊരു സ്ത്രീയോ, അതല്ലെങ്കിൽ അതിനേക്കാൾ പ്രോബബിൾ ആയിട്ട് വേറൊരു പുരുഷനോ. രാഗിണിക്ക് ഈ മർഡറിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ രാഗിണിയുമായി ഏറ്റവും അടുത്ത് സഹകരിച്ചിട്ടുള്ള ഫാമിലി എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളുടെ ഈ ഫാമിലിയെയും, എന്തിനാ വളച്ചിരിച്ച് പറയുന്നത്, നിങ്ങളെ തന്നെയും സംശയിക്കേണ്ടി വരും. வணக்கம் சார். மேனேஜர் வெளியிலே போயிருக்கு. ஜெயிச்ச விஷயம் ஏதாவது சொல்லணும்னா அவர் வந்தா தான் தெரியும். തുളസി ഇല്ലേ? இருக்கு. എങ്ക ഇருக்கு? உள்ளே இருக்கு. மேக்கப் போட்டுட்டே இருக்கு. നിങ്ങൾ മലയാളികളല്ലേ? ஆமா. പിന്നെന്താ മലയാളം പറയാത്ത? ഫീൽഡിൽ പഴകുന്നവർ അധികവും തമിഴന്മാരും തെലുങ്കന്മാരും ഒക്കെ ആയതുകൊണ്ട് എപ്പോഴും തമിഴ് താൻ വരും. തുളസി എനിക്കൊന്ന് കാണണമല്ലോ. இப்ப முடியாது சார். அங்க செட்டில டைரக்டர் கூட வெயிட் பண்ணிட்டு இருக்கணும். சீக்கிரமா மேக்கப் போட்டு அங்க ചെല്ലാൻ തുടങ്ങുക അവള്. ഇന്നലെ വരുമ്പോ വെളുപ്പിന് 2 മണി. ഡേറ്റ് വിഷയം ഈ വർഷം ഡേറ്റേ കിടയാതെ. ഇത് ഡേറ്റ് വിഷയമൊന്നല്ല. ഞാൻ ഇവരെ ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്ന പോലീസ് ഓഫീസറാണ്. വിളിക്കാവരെ ഇങ്ങോട്ട്. ഹരികൃഷ്ണ സാറിന്റെ? അത് തന്നെ സാർ. ഇപ്പൊ അവളെ വിളിച്ച് ചോദ്യം ചെയ്താ അവളുടെ മൂടേ പോയിടും. ഷൂട്ടിങ്ങും ക്യാൻസൽ ആവും. സായങ്കാലം വന്ന നിമ്മതിയാ. സായങ്കാലം വെറുതെ വൈകുന്നേരം വരാനൊന്നും നേരമില്ല. നിങ്ങളെ കുട്ടിയെ കൊണ്ട് വിളിക്കേ. മേക്കപ്പിൽ ഇരിക്കുകയാണ്. അത് സാരമില്ല. ഇരിക്കൂ.
വേറെ ആരും ഇവിടെ നിൽക്കണമെന്നില്ല. സാർ, ഞാൻ ഒന്നും അറിഞ്ഞതല്ല സാർ. പത്രക്കാർ വെറുതെ അതുമിതുമൊക്കെ എഴുതി വിടുന്നതല്ലാതെ ഞാൻ ഇക്കാര്യത്തിൽ തീർത്തും ഇന്നസെന്റ് ആണ് സാർ. നിങ്ങൾ ഈയിടെ ഏതൊരുത്തനെ കാശും കൊടുത്ത് പറഞ്ഞു കേട്ടോ ഹരികൃഷ്ണന്റെ സെറ്റിൽ പോയി അലമ്പുണ്ടാക്കാൻ? ഫോണിൽ വിളിച്ച് അയാളുടെ ഭാര്യയെ ഭീഷണിപ്പെടുത്തിയെന്ന് കേട്ട നേരാണോ? ഭീഷണിപ്പെടുത്തി? ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ അയാൾ, രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ അടുത്ത കൊല്ലം ഫീൽഡിൽ ഉണ്ടാവുള്ളൂ എന്നേതെങ്കിലും സെറ്റിൽ ഇരുന്ന് പറഞ്ഞായിരുന്നോ? ഹരികൃഷ്ണൻ കൊല്ലപ്പെട്ട വിവരം ആരാ നിങ്ങളോട് പറഞ്ഞേ? ആരോ? ആരോ? അഭിനയിക്കാൻ സത്യം പറയും. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ നേരെ തൂക്ക് സ്റ്റേഷനിലേക്ക്. പിന്നെ ഇന്നത്തെ ഷൂട്ടിംഗ് എവിടെ ആയിരിക്കും? അയ്യോ സാർ, പ്ലീസ്, ഞാനൊന്നും അറിഞ്ഞതില്ല. ഞങ്ങൾ തമ്മില് അവസാനം നല്ല ടേംസിലല്ലായിരുന്നു. അതല്ലാതെ ഈ കേസുമായിട്ട് ദൈവസത്യമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഈ മർഡർ നടന്ന ദിവസം, അതായത് ജനുവരി 18-ാം തീയതി നിങ്ങളോടായിരുന്നു? ഷൂട്ടിങ്ങിലായിരുന്നു. എവിടെ? ഇവിടെയോ മദ്രാസിലോ? ഇവിടെ തന്നെ. 17-ാം തീയതിയാ ഞാൻ മദ്രാസിൽ നിന്ന് വന്നത്. അന്ന് ഏത് പടത്തിന്റെ ഷൂട്ടിംഗ് ആയിരുന്നു? KR മൂവീസിന്റെ പടം. സൂര്യപ്രകാശ് ഡയറക്ടർ. എന്താ പടത്തിന്റെ പേര്? ഒരുമിച്ച ദുഃഖത്തിൽ പങ്കുചേരാൻ. അന്ന് എവിടെയായിരുന്നു കളി? ബീച്ചില് ഡൂവറ്റ് എടുക്കായിരുന്നു. 6 മണിക്ക് തുടങ്ങി രാത്രി 2 മണി വരെ ഷൂട്ടിംഗ് ആയിരുന്നു. 2 മണിക്ക് വന്നു കിടന്ന് ഉറങ്ങി. പിന്നെ കാലത്ത് 9 മണിക്ക് അമ്മ വന്ന് വിളിച്ചു നിർത്തി കാര്യം പറയുമ്പോഴാ ഞാൻ ആ വിവരം അറിയുന്നത്. ഉറങ്ങാൻ പോണതിന് മുമ്പ് സ്ലീപ്പിംഗ് പിൽസ് അടിക്കുന്ന ശീലമുണ്ടോ? ഉണ്ട് സാർ. ആഹാ, അനിലിനെ കുറച്ചു ദിവസമായല്ലോ ഈ വഴിക്ക് കണ്ടിട്ട്. ഞാനിങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു കമ്പ്യൂട്ടർ കോഴ്സിന്റെ, അതിന്റെ പ്രിപ്പറേഷനിലായിരുന്നുകൊണ്ട് ഇടയ്ക്ക് ശില്പ വിളിച്ചിരുന്നു. ഇരിക്കൂ. ശില്പം ഉറക്കമാണെന്നാ തോന്നുന്നത്. വിളിക്കാം. ഹലോ. ഫേവറേറ്റ് ഡയറക്ടർ തട്ടിപ്പോയതിന്റെ ദുഃഖാരണമായിട്ടാണോ പുള്ളിയുടെ പടങ്ങളുടെ ഒരു ഫെസ്റ്റിവൽ തന്നെ വെച്ചിരിക്കുന്നത്? അന്നത്തെ പണക്കം ഇപ്പോഴും മാറിയില്ലേ? നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ഞാൻ ആ ലൈബ്രറി പോയിരിക്കാം. കുട്ടി അങ്ങ് പോന്നേരെ. ഓ, ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിയിട്ട്? അത് സാരമില്ല, വരുന്നേ പ്ലീസ്. അതിനിപ്പോ സാറ് വരുമല്ലോ. ഏത് സാറ്? ട്യൂഷൻ സാറ്. എപ്പോ? ഇപ്പൊ വരും. കറക്റ്റ് 12 മണിക്ക് പുള്ളി എത്തും. 2-3 മിനിറ്റ് ഉണ്ടല്ലോ, നമുക്ക് അതിനു മുമ്പായിട്ട് മുങ്ങാം. അതിന് പുള്ളി ഇപ്പൊ എത്തുന്നേ. സാറിന്റെ വരവും പോക്കും നോക്കിയിട്ടാ അമ്മ മിക്കപ്പോഴും ഇവിടെ ക്ലോക്ക് കറക്റ്റ് ചെയ്യുന്നേ. നമുക്ക് വരികയാണ്. കണ്ടില്ലെങ്കിൽ സാറിന് പൊയ്ക്കൊള്ളുന്നേ. അയ്യോ, ട്യൂഷൻ, അതും മാത്സിന്റെയാ. എനിക്ക് ഒരു പിടിയില്ലാത്ത സബ്ജക്റ്റാ. കണക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഗുഡ് ആഫ്റ്റർനൂൺ സർ. അനിൽകുമാറോ? എന്തൊക്കെയുണ്ട്? ഒന്നുമില്ല സാർ. സാറിനെ പോലുള്ളവരിങ്ങനെ പോയി ട്യൂഷൻ കൊടുത്താൽ ഞങ്ങളെ പോലുള്ളവരാ ചുറ്റിപ്പോകുന്നത്. അയ്യോ, അതെങ്ങനെ? അല്ല, ട്യൂഷൻ ഫീസ് അഫോർഡ് ചെയ്യാൻ കഴിയാത്ത ഞങ്ങളെ പോലുള്ള പാവങ്ങൾക്ക്. അനിൽകുമാറിനെ പോലെയുള്ള കുട്ടികൾക്കൊക്കെ എന്തിനാ ട്യൂഷൻ? ഒരു ട്യൂഷനും ഇല്ലാതെ തന്നെ യു ആർ എ റാങ്ക് ഹോൾഡർ. സാറിന് വാച്ചില്ലേ? ഇല്ല. അരയിൽ വല്ല നാഴികമണിയും കെട്ടി തൂക്കിയിട്ടുണ്ടോ? ഗ്യാൻഡിയെ പോലെ? ഒന്നുമില്ല. ഇതൊന്നുമില്ലാതെ എനിക്ക് എങ്ങനെ പങ്ക്ച്വലാകാൻ കഴിയുന്നു എന്നാണോ? അതെ. എന്നോട് ഇത് പലരും ചോദിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് വാച്ച് കെട്ടിയാൽ എന്റെ ഇപ്പോഴത്തെ കൃത്യനിഷ്ഠ എല്ലാം അവതാളത്തിലാവുന്ന. വാച്ച് കെട്ടിയ ടൈം ടേബിൾ തെറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു റോളക്സ് വാച്ച് വാങ്ങിച്ചു തരാം. ആരാ എവിടുന്ന എന്നൊന്നുമില്ല. സിറ്റിയിൽ നിന്ന് തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എഴുതിയേക്കുന്നത്
ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. തെറ്റുകളുടെ ചങ്ങലയിലേക്ക് പുതിയ കണ്ണികൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു മനുഷ്യന് പലയിടത്തു നിന്നും ഓടി ഒളിക്കേണ്ടി വരും. സ്വയം ഒഴിയാൻ നോക്കൂ, അല്ലെങ്കിൽ ഒഴിവാക്കാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ എപ്പോഴും ഭയക്കേണ്ടിയിരിക്കുന്നു. ഒരു ത്രെട്ടുണ്ട് ഇതിൽ. കൈയക്ഷരം കണ്ടിട്ട് ഇതാരുടേതാണെന്ന് പറയാൻ പറ്റുമോ? ഒരു പെണ്ണിന്റെ ഹാൻഡ് റൈറ്റിംഗ് പോലെ ഇരിക്കുന്നു. ഹാൻഡ് റൈറ്റിംഗ് പെണ്ണിന്റെ തന്നെയാ. അത് ഞാൻ എക്സ്പേർട്സിന്റെ അടുത്ത് കൊടുത്ത് വെരിഫൈ ചെയ്യിച്ചു. ഇങ്ങനെ ഒരു കത്ത് എഴുതാൻ ആരായിരിക്കും ചാൻസ് എന്ന് വല്ല ഊഹവും കിട്ടുന്നുണ്ടോ നോക്കണം. എനിക്കൊരു ഊഹവും കിട്ടുന്നില്ല. ഈ പെൺകുട്ടിയെ പരിചയമുണ്ടോ? കണ്ടിട്ടില്ല. ഓർത്ത് നോക്കണം. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലേ? ഇല്ല. ഷുവറാണോ? അതെ. ചാൻസ് ചോദിച്ചു എഴുതിയ വല്ല പെമ്പിള്ളേരുടെ ഫോട്ടോ ആയിരിക്കും. അല്ല, ഇതാ കൂട്ടത്തിൽ നിന്നുള്ളതല്ല. കൂട്ടത്തിൽ ഭേദപ്പെട്ടതെന്ന് തോന്നിയിട്ട് മാറ്റിവെച്ചതായിരിക്കാം. മേ ബി. ഇതാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഡയറി. കഴിഞ്ഞ കൊല്ലത്തെയും ഇക്കൊല്ലം ജനുവരി വരെ ഉള്ളത്. കഴിഞ്ഞ നവംബർ വരെ ഏതാണ്ട് മുടങ്ങാതെ എഴുതി പോന്നിട്ടുണ്ട്. ഒന്നുമില്ലേലും എന്തെങ്കിലുമൊക്കെ കുത്തിക്കൊടിച്ചിരുന്ന ആ പതിവിന് അന്ത്യം സംഭവിച്ച ദിവസങ്ങളാണിത്. നവംബറിലെ 21 തീയതി അവസാനിക്കുന്ന ഈ കുറിപ്പുകളിൽ പിന്നെ ഒരു പേജിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിരിക്കുന്നത് ജനുവരി 1 അവസാനത്തെ കുറിപ്പ് ജനുവരി 1 ജനുവരി 18 മരണം സംഭവിച്ചിരിക്കുന്നത്. ഇതിനിടെയുള്ള ദിവസങ്ങളിൽ ഒന്നും എഴുതിയിട്ടില്ല. പ്രാക്ടിക്കലി ബ്ലാങ്കാ. ചില പേജുകളിൽ ഒരു വരയോ കുറിയോ മറ്റോ കണ്ടാലായി. ലാസ്റ്റ് ഷീറ്റിൽ ഇതാ എഴുതിയിരിക്കുന്നത്. ഇന്ന് ജനുവരി 1. എല്ലാ തരക്കാരും എല്ലാ വേഷങ്ങളും കയറിറങ്ങിപ്പോയ എന്റെ പൊളിഞ്ഞ വീട്. ഇന്നവൾ വരുന്നു. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെങ്കിലും എന്റെ അടുത്ത് തന്നെ മടങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നവൾ. ഒഴിഞ്ഞുമാറലിന്റെയും ഒളിച്ചുകളിയുടെയും 17 കൊല്ലം എന്റെ ഉള്ളിൽ ഞാൻ പോലും അറിയാതെ ഉറങ്ങിക്കിടന്ന എന്നെ എനിക്ക് എന്നെ ചൂണ്ടിക്കാണിച്ചു തരാൻ, ജന്മാന്തരങ്ങളുടെ തുടർക്കണ്ണിയാവാൻ എനിക്കുള്ള അവളുടെ ആദ്യത്തെ ന്യൂ ഇയർ സമ്മാനവുമായി അവൾ. ഇന്ന് ജനുവരി 1. എല്ലാ തരക്കാരും എല്ലാ വേഷങ്ങളും കയറിയിറങ്ങിപ്പോയ എന്റെ പൊളിഞ്ഞ വീട്. ഇന്നവൾ വരുന്നു. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെങ്കിലും എന്റെ അടുത്ത് തന്നെ മടങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്ന അവൾ. ഒഴിഞ്ഞുമാറലിന്റെയും ഒളിച്ചുകളിയുടെയും 17 കൊല്ലം എന്റെ ഉള്ളിൽ ഞാൻ പോലും അറിയാതെ ഉറങ്ങിക്കിടന്ന എന്നെ എനിക്ക് തന്നെ ചൂണ്ടിക്കാണിച്ചു തരാൻ, ജന്മാന്തരങ്ങളുടെ തുടൽക്കണ്ണിയാവാൻ എനിക്കുള്ള അവളുടെ ആദ്യത്തെ ന്യൂ ഇയർ സമ്മാനവുമായി അവൾ. ഇതേ അവളെ പറ്റി തന്നെയാണ് തൊട്ടു മുമ്പ് അവസാനമായിട്ട് എഴുതിയ പേജിലും റെഫർ ചെയ്യുന്നത്. അതായത് നവംബർ 21. അതെങ്ങനെയാണ്? ബുക്ക് റിലീസ്. പിന്നെയും എനിക്ക് സംശയം ബാക്കി നിൽക്കുന്നു. അത് അവൾ തന്നെ ആവുമോ? ഈശ്വര, അതങ്ങനെ ആയിരുന്നെങ്കിൽ. ഇത്രയേ ഉള്ളൂ. നവംബർ 21 ഈ കുറിപ്പ്. നവംബർ 23 തീയതിയാണ് ഈ കത്താരോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് തമ്മിൽ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ബുക്ക് റിലീസ് എന്ന് കണ്ടുകൊണ്ട് ഞാനിന്ന് വെരിഫൈ ചെയ്ത് നോക്കി. അപ്പൊ അത് അന്ന് അദ്ദേഹത്തിന്റെ ഒരു നോവലിന്റെ പ്രകാശന കർമ്മം നടന്നിട്ടുള്ള ഡേറ്റ് ആണ്. അതെ. ആ ദിവസത്തെ പറ്റി പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഉണ്ട്. അന്നാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ നോവലിന്റെ റിലീസ് നടന്നത്. എവിടെ വെച്ചായിരുന്നു? ടൗൺ ഹാളിൽ വെച്ച്. ടൗൺ ഹാളിൽ നിങ്ങളും കൂടെ പോയിട്ടുണ്ടായിരുന്നു? പോയിരുന്നു. സാധാരണ ഇങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷൻസിന് നിങ്ങളും അദ്ദേഹത്തിന്റെ ഒപ്പം പോകാറുണ്ടോ? ഇല്ല, സാധാരണ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. അദ്ദേഹത്തിന്റെ ലോകവും അവിടുത്തെ ചലനങ്ങളുമെല്ലാം എനിക്കെപ്പോഴും അപരിചിതമാണ്. അങ്ങോട്ടെന്നെ ക്ഷണിക്കാറില്ല. പക്ഷെ അന്നെന്തോ പതിവില്ലാതെ എന്നെ ക്ഷണിച്ചു. അതുകൊണ്ട് തന്നെ അന്നാ ക്ഷണം കിട്ടിയപ്പോൾ എനിക്ക് വല്ലാതെ സന്തോഷം തോന്നി. ഞങ്ങൾ ഒന്നിച്ച് വളരെ കാലത്തിന് ശേഷം പുറത്തിറങ്ങിയൊരു ദിവസമാണത്.